രാഹുലിന് ജാമ്യമില്ല. അല്പസമയം മുമ്പ് കോടതിയുടെ വിധി വന്നു. രാഹുലിന് ജാമ്യമില്ല. അതുപോലെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ആ ഹർജിയിലും കോടതി വിധി പ്രസ്താവിച്ചു. അറസ്റ്റിനെ കോടതി എതിർക്കുന്നില്ല. കൃത്യമായി എത്ര ആസൂത്രണത്തോടെയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വിധിയോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്ന നേരത്തെ തയ്യാറാക്കിയ ആ ലെറ്ററും മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. അന്നേരം ഇത് രണ്ടും ഒരുമിച്ച്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അടക്കം ഇത് ഒരുമിച്ചാണ് ഇത് പ്രഖ്യാപിച്ചത്. കൃത്യമായി എത്രത്തോളം ആസൂത്രിതമായി ആയിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇന്ന് രാവിലെ ജാമ്യം ലഭിക്കുമെന്ന ഒരു ഫീൽ ഉണ്ടായപ്പോഴാണ് KPCC അധ്യക്ഷൻ അപ്രകാരം ഒരു പരാമർശം നടത്തിയത്. എന്നാൽ കോടതി വിധി എതിരായപ്പോൾ മുൻപേ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന മാധ്യമങ്ങൾക്ക് നൽകിയ ആ പത്രക്കുറിപ്പ് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെ വളരെ സംഘടിതമായി നടത്തിയ ഈ ഓപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ അറസ്റ്റ് ചെയ്യരുത് എന്ന ആ റിക്വസ്റ്റും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു കേസിൻ്റെ അന്തിമ വിധിയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഘട്ടം മാത്രമാണ്, ആദ്യ ഘട്ടം. അറസ്റ്റ് ചെയ്യരുത്, ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തു, അത് കോടതി റിജക്റ്റ് ചെയ്തു. ഇത് ഒരു അവസാനമല്ല. ഇനി ഇത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അദ്ദേഹത്തിന് സമീപിക്കാനുള്ള ഒരു അവസരമുണ്ട്. അന്നേരം ഇതിനകത്തൊന്നും രാഹുൽ തളരുമെന്ന് തോന്നുന്നില്ല. ഇന്നോ നാളെയോ എന്തും സംഭവിക്കാം. രാഹുൽ ഇനിയും ഒന്നുകിൽ പോലീസിന് കീഴടങ്ങും, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. അതല്ലെങ്കിൽ മാറി നിന്ന് ഹൈക്കോടതിയിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യും. ഇതുപോലെ തന്നെ കാത്തിരിക്കും ഒരു വിധിക്കായി. അന്നേരം ഇതെന്ന് പറയുന്നത് ഒരു അവസാനമല്ല. പക്ഷേ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളി എന്ന കാരണത്താൽ ആ കേസിന്റെ മെറിറ്റ് ഒന്നും പരിശോധിച്ചിട്ടില്ല, വാദപ്രതിവാദങ്ങൾ നടന്നിട്ടില്ല. ഒരു പ്രാഥമികമായി പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ആ റിപ്പോർട്ടിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം വന്ന ഒരു വിധി മാത്രമാണിത്. ഇനിയും വളരെ വിശദമായ കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ രാജ്യം വിട്ടൊന്നും പോയിട്ടില്ല. ഇപ്രകാരം ഒരു കള്ളക്കേസ് ഇട്ടപ്പോൾ അദ്ദേഹം മാറി നിന്നു. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ ഇപ്രകാരം ഒരു കള്ളക്കേസ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാ. ഇപ്രകാരം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം മാറി നിന്നു. 8 ദിവസം, ഇന്ന് 8ാമത്തെ ദിവസമാണ്. 8ാമത്തെ ദിവസം കോടതി അത് പരിഗണിച്ചു. എല്ലാ ഭാഗത്തു നിന്നും, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും, എന്തിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയത് സ്വന്തം പാർട്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്രകാരം ഇത്തരം കേസുകളിൽ എന്തിനൊരു റിസ്ക് എടുക്കണമെന്ന് കരുതിയാവാം ഇപ്രകാരം ഒരു വിധി. എന്തായാലും ഇതൊരു അന്തിമ വിധിയൊന്നുമല്ല. ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു പ്രാഥമിക കീഴ്ക്കോടതിയിൽ നിന്നും ഒരു ജാമ്യാപേക്ഷ തള്ളി. ഇനി ഹൈക്കോടതി, സുപ്രീം കോടതിയുണ്ട്. അത്തരത്തിൽ തന്നെ നിയമപരമായി തന്നെ ഇതിനെ പോരാടും. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എത്ര സംഘടിതമായാണ് ഒരു ചെറുപ്പക്കാരനെ. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, അയാളെ വെള്ളപൂശുവാനുള്ള ഒരു ശ്രമമായിരുന്നില്ല ഞങ്ങളുടേത്. ഞങ്ങൾ തുടക്കത്തിലും ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഏകപക്ഷീയമായി ഇയാളെ വേട്ടയാടി ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആ വ്യഗ്രത, മാധ്യമങ്ങളുടെ ആ റിപ്പോർട്ട്, മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന രീതി എല്ലാം നിങ്ങളൊന്ന് അപഗ്രഥിക്കുക. തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നാണ് ഈ പണിയെല്ലാം ചെയ്തിട്ട് കോൺഗ്രസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് ഇതൊരു തോൽവിയോ ജയത്തിൻ്റെയോ അല്ല, സംഘടിതമായി ചെയ്ത ഒരു എഫേർട്ടിന്റെ ആ കീഴ്ക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചു, അത്രമാത്രം. തുടർന്നും അദ്ദേഹം ആ നിയമ പോരാട്ടവുമായി പോകുമെന്ന് നമ്മൾ കരുതുന്നു. ഇനി അടുത്ത മുറവിളി എന്ന് പറയുന്നത് ഇയാളുടെ അറസ്റ്റും, ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നാടകവും, എങ്ങനെയൊക്കെ ശോഭകേട് ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഈ വരുന്ന 13-ാം തീയതി വരെ എന്തും ചെയ്യും. അത് നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് രാഹുലിന് വേണ്ടി ഒപ്പം നിന്ന ഞങ്ങളടക്കം ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ എടുത്ത നിലപാടിൽ ഒരു വിഷമമില്ല, ഒരു ചാഞ്ചാട്ടമില്ല. ആ നിലപാട് ശരിയായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെ ഇത് നിയമ പോരാട്ടം തുടരും. ഇതൊരു കീഴ്ക്കോടതിയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ വിധി. അതിനകത്ത് ഒരു ജയപരാജയങ്ങളുടെ ഒരു വിലയിരുത്തലിനുള്ള ഒരു സമയമായിട്ടില്ല. നമ്മുടെ മുന്നിൽ എത്രയോ എക്സാമ്പിളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആ നിലപാടിനെ തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിന് സംഘം ചേർന്ന് സംഘടിതമായി ആക്രമിക്കുന്ന, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തിനെതിരെ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും, തുടർന്നും ചെയ്യും. താങ്ക് യു.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.